ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഏതാനും ചില ഇലക്കറികൾ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഇത് നമ്മളെല്ലാവരും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ എല്ലാ ശരീരത്തിനാവശ്യമായ, കണ്ണിനാവശ്യമായ, മുടിക്കാവശ്യമായ എല്ലാവിധ പോഷകങ്ങളും ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ തോരൻ വെച്ചും പരിപ്പിലൊക്കെ ഇട്ടും ഒക്കെ ഉപയോഗിക്കാൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇലകളൊക്കെ ഇത് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പയറിൻ്റെ ഇലയാണ്. ഇത് നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. തോരൻ വെച്ചും അതുപോലെ തന്നെ പരിപ്പിനൊപ്പം ചേർത്തും ഒക്കെ നമുക്ക് കറി വെച്ച് കഴിക്കാം. ഇത് ധാരാളം വൈറ്റമിൻസും മിനറൽസുമുള്ള ഒരു ഇലക്കറിയാണ്. ഇലക്കറികൾ എപ്പോഴും മുടിക്കും, അതുപോലെ സ്കിന്നിനും, അതുപോലെ തന്നെ എല്ലാ അവയവങ്ങൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കത് തോരൻ വെച്ചൊക്കെ കഴിക്കാം. ഇത് നമ്മുടെ പയറിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇല. അടുത്തത് നമുക്ക് മുളകിൻ്റെ ഇല. ഈ മുളകിൻ്റെ ഇല നമുക്ക് തോരൻ വെച്ചും പരിപ്പിലൊക്കെ ഇട്ടും ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇതിലും ധാരാളം വൈറ്റമിൻ സി, അതുപോലെ തന്നെയുള്ള മിനറൽസ്, എല്ലാ ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഇലക്കറിയായിട്ട് രണ്ടാമതായിട്ട് നമുക്ക് മുളകിൻ്റെ ഇല തോരൻ വെച്ചും ഒക്കെ ഉപയോഗിക്കാം. മുളക് നമ്മൾ ഉപയോഗിക്കും, മുളകിൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കാറില്ല ആരും. അപ്പോൾ നമുക്ക് തോരൻ വെച്ചും അതുപോലെ തന്നെ പരിപ്പിലൊക്കെ ഇട്ടും കറി വെച്ച് നമുക്ക് സാലഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതാണ് ചീര. ഈ ചീര, പിന്നെ പച്ചച്ചീര, അത് നമുക്ക് കറി വെച്ച് തോരൻ വെച്ച് സാലഡിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഇലക്കറിയാണ് ഈ ചീര. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത് മാത്രം ജസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അടുത്ത ചീരയാണ് സാമ്പാർ ചീര. ഇതും നമുക്ക് ധാരാളം കൊഴുപ്പുള്ളത് കൊണ്ട് സാമ്പാറിലൊക്കെ ഇടാം. അതുപോലെ തന്നെ കണ്ണിനും മുടിക്കും പല്ലിനും ഒക്കെ നല്ലതാണ് ഈ സാമ്പാർ ചീര. ഇത് നമുക്ക് കറിയും തോരനൊക്കെ വെച്ച് ഉപയോഗിക്കാം. ഇതൊരു നല്ല ഒരു ഇലക്കറിയാണ്. നല്ല രുചികരമായ തോരനും സാമ്പാറിലൊക്കെ ഇട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റിയ ഒരു ഇലക്കറിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തത് മണിത്തക്കാളി. മണിത്തക്കാളിയുടെ ഇല നമുക്ക് മണിത്തക്കാളി ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഈ മണിത്തക്കാളിയുടെ ഇല നമുക്ക് തോരൻ വെച്ചും പരിപ്പിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം. ക്യാൻസറിനെ വരെ തടയാനായിട്ടുള്ള കഴിവുള്ള ഒരു ഇലക്കറിയാണ് ഈ മണിത്തക്കാളിയുടെ ഇല. എൻ്റെ കായ നമുക്ക് ബ്ലൂബെറി വിഭാഗത്തിൽ പോടുന്ന പോലത്തെ പഴമാണ്. അത് നമുക്ക് വെറുതെ ഭക്ഷിക്കാം, സാലഡിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. ഇത് ഒന്നാന്തരം ഒരു ഇലക്കറിയാണ്. അതുപോലെ തന്നെയുള്ള വേറൊരു ഇലക്കറിയും അതുപോലെ കറികൾക്ക് ഗുണവും ഒക്കെ നൽകുന്ന മറ്റൊരു ഇലക്കറിയാണ് നമ്മുടെ കറിവേപ്പ്. കറിവേപ്പിനെ പറ്റി ഗുണങ്ങളെപ്പറ്റി ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ പൊന്നാങ്കണ്ണിച്ചീര. കണ്ണിന് പൊന്നാണിത്. ഇത് തോരൻ വെച്ചും പരിപ്പിലൊക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടോ പൊന്നാങ്കണ്ണിച്ചീര? ഇത് നമുക്ക് പരിപ്പിലിട്ടും അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് വളരെ നല്ല ഒരു ഇലക്കറിയാണ്. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ മറ്റൊരു ഇലയാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല. ധാരാളം രോഗങ്ങളെ ചെറുക്കുന്ന പനി, ചുമ, ശ്വാസതടസ്സം, അതുപോലെ തന്നെ എല്ലാതും മാറ്റുന്ന അടുത്തൊരു തോരൻ വയ്ക്കാനും അതുപോലെ പരിപ്പിലിടാനും അതുപോലെ തന്നെ ബജ്ജിയും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനും അതിൻ്റെ നീര് കഴിക്കാനും ഒക്കെ വളരെ നല്ലൊരു ഇലക്കറിയാണ് നമ്മുടെ ഈ ഞവര എന്ന് പറയും. അതുപോലെ തന്നെ പനിക്കൂർക്ക, ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഇലക്കറിയാണ് നമ്മുടെ ഈ മഷിത്തണ്ട്, മഷിപ്പച്ച എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി. കാണുന്നുണ്ടോ? മുഷിത്തണ്ട്, മഷിപ്പച്ച എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഈ ചെടി കേട്ടോ. ഇത് നമ്മുടെ ഒരു നല്ല ഇലക്കറിയാണ്. കണ്ടോ? മഷിത്തണ്ട്, മഷിപ്പച്ച എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി. ഇത് നമുക്ക് തോരനായിട്ടും പരിപ്പിലൊക്കെ ഇട്ട് സാലഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. വളരെ നല്ല ഒരു ഇലക്കറിയാണ്. ഇനി അടുത്ത ഇലക്കറികളൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക, വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.